നിങ്ങൾ വന നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ അതിനുശേഷം വായിച്ചു. വനം ഭേദഗതി നിയമം പിൻവലിക്കുന്നു പറഞ്ഞു. വന നിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെ കുറിച്ച് പല ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ സാർ, അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത്? കരനാഥന്മാരായി മുന്നിലിരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസ് കഷ്ണം എത്തിയതല്ലേ? ഈ നിയമം നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത്. കുറഞ്ഞ പക്ഷം മലയോര മേഖലയെ പ്രതിനിധിക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള റോഷി അഗസ്റ്റിൻ, അങ്ങയുടെ കയ്യിൽ ഇത് വന്നാലേ മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ, UDF ആയിരുന്നപ്പോ, KM മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഴങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരുടെ ശബ്ദമില്ല എന്ന് മാത്രമല്ല, അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാത് പോലുമില്ല. KM മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. വന്യജീവിയുടെ അക്രമവുമായി ബന്ധപ്പെടാത്തതാണ് സാർ വനനിയമം പരാമർശിക്കാൻ പാടില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പൊള്ളുന്ന എന്തുകൊണ്ടാണ്? ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സാർ. മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ്ങ് അറിയാതെയാണ് കാണാതെയാണെന്ന്. അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ചുക്കും അറിയില്ലെന്നാ. അതുകൊണ്ട് അത് ഞങ്ങൾ പറയും, അത് പറയാതിരിക്കാൻ കഴിയില്ല.